Hi guys, the Great Indian Wedding. The Great Indian Wedding. So I'm a victim of ഒരു ഗ്രേറ്റ് ഇന്ത്യൻ വെഡ്ഡിങ്. അപ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ പിന്നെ ഈ നമ്മൾ ഓരോ വർഷവും നമുക്ക് ഓരോ മാനസിക ബുദ്ധിമുട്ടുകളാകുമ്പോൾ നമ്മൾ തളർന്നു പോകും. അപ്പോൾ നമുക്ക് ഈ ജോലിക്കൊക്കെ പോകാൻ ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് നാൾ ഇരിക്കും, പിന്നെ എണീറ്റ് ഓടും. അപ്പോൾ ഒരുപാട് പേരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവൾക്ക് മടിയാണ്, അവൾക്ക് വീട്ടിലിരുന്ന് മറ്റുള്ളവരുടെ പൈസ കൊണ്ട് കഴിക്കണം. ഞാനൊരു 10th സ്റ്റാൻഡേർഡ് തൊട്ട് ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. ഞാൻ +2 പഠിക്കുമ്പോൾ +1 കുട്ടികളെ അമ്മമാർ വിശ്വാസത്തോടെ എൻ്റെ അടുത്ത് കൊണ്ടെടുക്കുമായിരുന്നു. അപ്പം ആ ട്യൂഷൻ എടുത്ത കാശ് കൊണ്ടാണ് ഞാൻ എൻ്റെ ട്യൂഷൻസിന് കൊടുത്തിരുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു 20 വയസ്സ് 21 വയസ്സ് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ ഈ 6 മാസമായ കുട്ടിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ രാവിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകും. ആ പൈസ എനിക്ക് ഇനഫല്ല. 15,000 നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് സാലറി കിട്ടുള്ളൂ. 15,000 രൂപ റെൻറ്റ്, പിന്നെ കുട്ടിയെ നോക്കുന്ന ആൾക്ക് കൊടുക്കണം. ആ സമയത്ത് വേറെ വരുമാനം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് വന്ന് ഈ കൊച്ചിന് ഫീഡ് കൊടുത്തിട്ട് വേറൊരിടത്തേക്ക് പോകും. അതായിരുന്നു റുട്ടീൻ. എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. വീട്ടിൽ കുറച്ച് കോഴികളുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു. കാൻഡിൽ മേക്കിംഗ്, ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇന്നച്ചൻ പറയുമായിരുന്ന പോലെ ചെറിയ ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷങ്ങളൊന്നും എനിക്കില്ല. അറേ വാട്ട് ഹാപ്പൻഡ്, ഞാൻ ഹെൽത്തിയാണ്, ഡെലിവേർഡ് എ ബേബി ബോയ്, ഐ നോ ലിറ്റിൽ കുക്കിംഗ് തിങ്സ്, ഐ നോ ഹൗ ടു ഹാൻഡിൽ എ ഹോം. ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ പ്രതികരിക്കും. എൻ്റെ ശരീരത്തെ തൊടാൻ, എന്നെ ഉപദ്രവിക്കാൻ, അനാവശ്യം പറയാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ ജീവനോ സ്വത്തിനോ നാശം വരുത്തിയെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാം. അല്ലാത്ത പക്ഷം എന്നോട് അത് പറ്റില്ല. അത് മാത്രം പറ്റില്ല. അപ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ സിംഗിൾ പാരൻസ് ടയേർഡാവുകയാണ്. അതിൻ്റെ കാരണം ശാസ്ത്രീയ വശം എന്താ? നമ്മൾ ദൈവം തന്നെയാണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ അല്ലാതെ വേറെ ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആണ്. ഒരാൾ വേണമല്ലോ എന്തായാലും ഈ സൃഷ്ടിക്ക്. അപ്പോൾ നമ്മളെ, പുരുഷനെയും സ്ത്രീയെയും ശാരീരികം പോലെ മാനസികവും വൈകാരികവും മനഃശാസ്ത്രപരമായും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസങ്ങൾ. അവരുടെ ചിന്താഗതികൾ, മനോഭാവങ്ങൾ, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി, ജീവിത വീക്ഷണം, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്. ഒരു പുരുഷൻ ചെയ്യും പോലെ എല്ലാം സ്ത്രീയും, സ്ത്രീ ചെയ്യും പോലെ എല്ലാം പുരുഷനും അല്ല, ആണല്ലോ. അപ്പോൾ എന്തിനായി വ്യത്യാസം വച്ചത്? അധ്വാനിച്ച് കുടുംബം പുലർത്താൻ, കുടുംബത്തെ ഭരിക്കുവാൻ, വെളിയിൽ മറ്റുള്ളവർ ഇടപെടാൻ ആവശ്യമായ ശാരീരിക ശക്തി, ധൈര്യവും പുരുഷന് കൊടുത്തു. എന്നാൽ സ്ത്രീ കീഴ്പ്പെട്ട് ജീവിക്കാനാണ് അവരെ വളർത്തിയത്. അവരുടെ രീതി അങ്ങനെ, കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കൊടുക്കാൻ, ഇതിനൊക്കെ പിന്നെ അങ്ങനെ ഒരു പുരുഷനെ ഡിപ്പെൻഡ് ചെയ്തു പോകാൻ. ഈ സ്ത്രീ പുരുഷൻ്റെ പുരുഷന്മാരുടെ മാനസിക ഘടന, മെൻ്റൽ മേക്കപ്പും ബിഹേവിയർ പാറ്റേൺ, പെരുമാറ്റ ശൈലിയും വ്യത്യാസമുണ്ട്. അങ്ങനെയാണ്. ഇത് ഞാൻ തന്നെ പറയുന്നതല്ല കേട്ടോ. ഹിന്ദുസിന് പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ഉണ്ടോ? പ്രീമറൈറ്റൽ ക്ലാസ്സസ് ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കിത് മെസ്സേജ് ഇടണേ. ഞാൻ വളരെ ചെറുതാകുന്നത് പോലെ, അപമാനിക്കപ്പെടുന്നത് പോലെ തോന്നിയ ചില സന്ദർഭങ്ങളുണ്ട്. ഈ കുട്ടി ചെറുതായിരുന്ന സമയത്ത് എനിക്ക് ഒരാഗ്രഹം ഉണ്ടമ്മ. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ? എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങണം. ഒരു ദിവസം എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. സോ ആ സമയം എൻ്റെ തല കുനിഞ്ഞു പോയി.
ഇനി അതാർക്കും വരാതിരിക്കട്ടെ. അവൻ്റെ ആഗ്രഹം ചെറുതാണ്. നമ്മൾ എന്തിനാ മെച്ചോർഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്? എന്തിനാ? അപ്പോൾ എന്തുകൊണ്ട് അതൊക്കെ അങ്ങനെ വന്നു? പുരുഷൻ യുക്തിബോധത്തോടെ ചിന്തിക്കും. സ്ത്രീയുടെ ചിന്തയിൽ വികാരത്തിനാണ് സ്ഥാനം. പ്രിയപ്പെട്ട ആരെങ്കിലും അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ അപ്പോൾ നമ്മൾ കരയും. പുരുഷനോ ഇതൊന്നും ഇതൊക്കെ അടക്കാനുള്ള ശക്തി അവനുണ്ട്. ഓരോ കാര്യങ്ങളെയും വെവ്വേറെ കാണാനുള്ള ശക്തി പുരുഷനുണ്ട്. സ്ത്രീ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ചിന്തിക്കും. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലെന്ന് ഭർത്താവ് പറഞ്ഞാൽ അയാൾ പറഞ്ഞിട്ടങ്ങ് പോകും. ഭാര്യ എന്ത് ചെയ്യും? മറ്റാരെങ്കിലും ഇപ്പം ചിലപ്പോൾ പറയും അപ്പുറത്തെ വീട്ടിലെ പെങ്കൊച്ചോ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടത്തിയോ കുക്ക് ചെയ്തിരിക്കണം നന്നായിട്ടുണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞാൽ ഭാര്യ അതുമായിട്ട് എന്തോ ബന്ധം കാണും. ഞാൻ കുക്ക് ചെയ്ത് അത് അവരുടെ മനോഗതി അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ സംശയിക്കുന്നതിനോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ രീതിയാണ്. അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഉപദ്രവകരമല്ലാത്ത രീതി വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പുരുഷൻ നയിക്കുന്നവനും സ്ത്രീ നയിക്കപ്പെടേണ്ടവളുമാണ്. അപ്പോൾ പുരുഷൻ മുൻകൈ എടുക്കും. സ്ത്രീ അവനെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാറ്റം വന്നു കേട്ടോ. മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം. പക്ഷെ ചിലർക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നല്ല. പുരാണങ്ങളിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. മനസ്സിലായോ? പിന്നെ പല കാര്യങ്ങളും സ്ത്രീക്ക് മുൻകൈ എടുക്കാൻ പറ്റാത്തത് മടി കൊണ്ടോ അല്ല, അവളുടെ മാനസിക നില അങ്ങനെയാണ്. സ്വന്തമായി നയിച്ചു കൊണ്ടുവന്ന് കുടുംബം പുലർത്തക്ക രീതിയിലല്ല ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. നയിച്ചു കൊണ്ടുവന്ന ഒരാൾ തരാനും അത് വാങ്ങിച്ച് തിന്നാനും പിള്ളേരെ വളർത്താനുമോ നമ്മുടെ മാനസിക നില അങ്ങനെയാണ്. അപ്പോൾ പുരുഷൻ ആരിലും ആശ്രയിക്കാതെ സ്വതന്ത്രനായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ സ്ത്രീ ആകട്ടെ മറ്റാരെങ്കിലും ഭർത്താവിലോ മാതാപിതാക്കളിലോ ആശ്രയിച്ച് സുരക്ഷിതത്വ ബോധം കണ്ടെത്തുന്നു. പുരുഷൻ തനിയെ ചിന്തിക്കാം. പക്ഷെ സ്ത്രീയുടെ മാനസിക നില എങ്ങനെയാണ്? നമുക്ക് ആശ്രയിക്കാൻ ആരെങ്കിലും വേണം. ഇങ്ങനെയാണ് നമ്മുടെ മാനസിക ഘടന. അപ്പോൾ അതില്ലാതാവുമ്പോൾ, നമുക്ക് ആശ്രയിക്കാൻ ആളില്ലാവുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, മാനസിക നില തകർന്നു പോവും. മനസ്സിലായോ? നമ്മളൊരാളെ അപ്പം എത്ര പേര് തനിയെ ജീവിക്കുന്നു, ആയിക്കോട്ടെ, അത് നല്ലത്. പക്ഷെ ചിലർക്ക് അതിനുള്ള ശക്തിയില്ല. എനിക്കെപ്പോഴും ആരെങ്കിലും വീട്ടിലാണുങ്ങൾ കഴിക്കാൻ കൊണ്ടു തന്നാൽ കഴിച്ച് എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കിയിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. എനിക്കിഷ്ടമില്ല. നിങ്ങൾ എന്നെ കുറ്റം പറയാതിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കാരണം ഞാൻ ആ സമയത്ത് പുറത്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ തന്നെ എനിക്കിഷ്ടമില്ല. വീട്ടിനകത്ത് ഒതുങ്ങി കൂടാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പുരുഷൻ സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സ്ത്രീയോ സൂക്ഷിച്ച് എടുത്തിയാടത്തില്ല. പുരുഷന് യാത്രകൾ ഇഷ്ടമാണ്. എന്നാൽ സ്ത്രീയുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാറിപ്പോവാൻ അവർ താല്പര്യം കാണിക്കില്ല. പുരുഷൻ വളരെ വലുതും പ്രധാനവുമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്ത്രീ ഏറ്റവും ചെറിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. ഒരു യാത്ര പോകുമ്പോൾ കുട്ടികളുടെ ചെറിയ കാര്യങ്ങൾ പോലും സ്ത്രീകൾ ശ്രദ്ധിക്കും. പക്ഷെ പുരുഷൻ സമ്പത്തിനായിട്ട് ജോലി ചെയ്യുന്നു. സ്ത്രീയോ അഭിനന്ദനം ലഭിക്കാൻ, പ്രശംസ വാക്ക് കേൾക്കാൻ അധ്വാനിക്കുന്നു. താൻ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളെപ്പറ്റി, തുന്നിയ വസ്ത്രത്തെപ്പറ്റി, വീട് അലങ്കരിച്ചതിനെപ്പറ്റി ഭർത്താവ് അഭിനന്ദിച്ചു പറഞ്ഞാൽ സ്ത്രീ തൃപ്തയായി. വെളുക്കുകൾ ഇരുട്ടോടെ ജോലി ചെയ്താലും രാത്രി ആകുമ്പോൾ പറയും കറിക്ക് ഉപ്പില്ലായിരുന്നു. അവിടെ എന്താ നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഭക്ഷണം തന്നാൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നതാണ് നന്നായിരിക്കുമെന്ന് പറയും. അതിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടും. പുരുഷൻ സ്നേഹിക്കാൻ ഉണ്ടാക്കപ്പെട്ടവരാണ്, തിരിച്ചും സ്നേഹിക്കപ്പെടണം. സ്ത്രീ സ്നേഹിക്കപ്പെടാനും. പുരുഷൻ കാണിക്കുന്ന സ്നേഹത്തിന് അനുകൂലമായ പ്രതികരണം കാണിക്കുക എന്നാണ് സ്ത്രീയുടെ പ്രധാന പങ്ക്. സ്നേഹിക്കുവാൻ പുരുഷൻ മുൻകൈ എടുക്കണം.
അവരുടെ ജോലി കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരിക്കും. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കത്തില്ല. അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ബർത്ത്ഡേ ഡേറ്റ് ഓർത്തില്ല എന്നൊക്കെ നമ്മൾ കംപ്ലയിൻസ് പറയുമ്പോഴും അവർ വലിയ വലിയ കാര്യങ്ങൾ, ബാങ്കിൻ്റെ EMI മറക്കാറുണ്ടോ, വീടിൻ്റെ റെൻറ്റ് മറക്കാറുണ്ടോ, ഇതൊക്കെ അവർ ഓർക്കും. ചെറിയ കാര്യങ്ങൾ അവർ ഓർക്കത്തില്ല. ഓർക്കാത്തതുകൊണ്ടാണ്, നമ്മൾ ഓർമ്മിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും പുരുഷന്മാരുണ്ടായിട്ടും എനിക്ക് ജീവിതസഹിയായി തന്നത് ഈ സ്ത്രീയെ മറ്റെല്ലാവരെയും മാറ്റി നിർത്തി തുണയായി നൽകിയല്ലോ എന്ന് വിചാരിച്ച് വൈസ് വേഴ്സ തിരിച്ച് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ജീവിച്ചു പോകാമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ നയിച്ചു കൊണ്ടുവരുന്നത് ആഹാരം ഉണ്ടാക്കി കുട്ടികളെ വളർത്താനൊക്കെയാണ് സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അതിൽ നിന്ന് മാറി തനിയെ ഒരു കുടുംബം നയിക്കേണ്ടി വരുമ്പോൾ ഒന്ന് കണ്ണടച്ച് ആലോചിച്ചേ, കണ്ണടച്ചിട്ടൊന്ന് ചിന്തിച്ചേ. അധ്വാനിച്ച് കൊണ്ടുവരാനുള്ള അവരൊന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കി. ആ അധ്വാനം ഇല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ഉണ്ടല്ലോ, ആ അധ്വാനത്തിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? ഇതിലിടയിൽ കൂടെ നമ്മൾ പഠിച്ചിട്ടില്ല. അത് ഇനി സിംഗിൾ മദേഴ്സ് ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ. ഈ ഫോറിൻ കൺട്രീസിലെ സിംഗിൾ പാരൻസിന് ഭയങ്കര ബഹുമാനമാണ്. അവരുടെ കഷ്ടപ്പാടുകളെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ ആയിട്ടാണ് കാണുന്നത്. അത് മാറ്റണ്ടേ? അത് മാറ്റണം. ഈ ചിലർ ഞാൻ പറയുന്ന കേട്ടോ, 2 കല്യാണം കഴിച്ചു, 3 കല്യാണം. ഈ അമ്മയുടെ വയറ്റിൽ നിന്ന് പ്രസവിച്ചിറങ്ങുമ്പോൾ അമ്മ അനുഗ്രഹിച്ച് വിടുവാണോ നീ 2 കെട്ടിയിട്ട് പോവാ 3 കെട്ടി? അല്ല, സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങൾ കാരണം 1 2 പങ്കാളികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ വളരെ ടോർച്ചറിങ് സഹിച്ച് അതൊന്നും ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. കാരണം അവർ നമ്മുടെ കൂടെയുള്ളവരൊന്നുമല്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്കൊരു അനുഭവം ഉള്ളതാണ്. ഒരു സ്ത്രീ, കുറച്ച് മാനസിക അസ്വസ്ഥയുള്ളൊരു സ്ത്രീ ഒരു പുരുഷനെ കല്യാണം കഴിച്ചു. കുറച്ചേ ഉള്ളൂ, വലുതായിട്ടില്ല. പക്ഷെ അവർ ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ ആക്റ്റീവാണ് എല്ലാത്തിലും. അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ ഇവർ ആക്റ്റീവാണ്. ഈ ഹസ്ബൻഡിന് എന്താ വേണ്ടത്? 3 നേരത്തെ ആഹാരവും സ്വൈരമായൊരു ഉറക്കവും. അത് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹസ്ബൻഡിന്. നമ്മൾ പുറത്തു നോക്കുമ്പോൾ ഹൈ പൊസിഷൻ, നല്ല സാലറി. നോ, നമ്മളങ്ങനെ അഭിപ്രായം പറയാൻ നിൽക്കരുത്. കാരണം നമ്മൾ അവരുടെ കൂടെ താമസിക്കുന്ന അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ വീടിനകത്തുള്ളവർക്കാണെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാം. നമുക്കെന്തോ അറിയാം. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ മാരേജിന് സക്സസ് ആയി പോകണമെന്നോ, സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോക വേസ്റ്റാണെന്നാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ 2ാമത്തെയോ 3ാമത്തെയോ കല്യാണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വളരെ ടോർച്ചേർഡായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് 2ാമതോ 3ാമതോ കിട്ടുന്ന പങ്കാളി സ്വപ്നതുല്യമായ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരാളാണ്. നമുക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ട്, എന്തെല്ലാം സ്വപ്നം, എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ നമ്മൾ പണ്ട് പാടത്തില്ലേ. അതുപോലെ നിങ്ങൾക്ക് സ്വപ്നമുള്ള അല്ല പളുങ്കുപോലൊരു പങ്കാളിയെ കൈ കിട്ടിയാൽ അതിനെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിച്ചോളും. സോഷ്യൽ മീഡിയ എക്സ്പോഷർ വരുമ്പോൾ ഈ പഴയ ഒരു ഇത്തിരി തമാശയാണ്. പഴയൊരു വാക്കുണ്ട്, ഈ കല്ലേറ് കൊണ്ടാലും, നമ്മളെ കല്ലെറിഞ്ഞാലും നോ പ്രോബ്ലം, കണ്ണേറ്. ഒരാൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ചിലർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് നമുക്ക് വലുതെന്തോ, മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ മേന്മ കാണിച്ച് പേരെടുക്കുന്നതിലാണോ, നമ്മുടെ ജീവിതം ഒരു 10-50 വർഷം ആ കിട്ടിയ ആളെയും കൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നതാണോ? അപ്പോൾ എക്സ്പോസ്ഡ് ആവാതിരിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിൽ എൻജോയ് ചെയ്ത് പോയി നോക്കൂ. നന്നായിട്ട് ജീവിക്കുക. എപ്പം നിങ്ങളൊരു ഹണിമൂൺ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നോ ദിം തരകടതോ. ഞാൻ കണ്ടിട്ടുള്ളതാണ്. സത്യത്തിൽ ഒരു ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് പോകുന്നതും
ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നതും കുടുംബത്തെ നയിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും അവർ ഒരു ആഘോഷം വരുമ്പോൾ ഇതൊക്കെ കാണാൻ എന്ത് രസമാണ്. വളരെ ചീഞ്ഞ അഴുകിയ ദുഷ്ട മനസ്സുള്ള മനുഷ്യർക്ക് മാത്രമേ ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അതൊരു കലയാണ്, ഒരു കാവ്യമാണ്. അത് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ഒരു മാനസിക രോഗിയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം, ഞാൻ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് എക്സെപ്റ്റ് സം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുക കേട്ടോ, അത് റിക്വസ്റ്റ് ചെയ്യുക. ഒരു ജീവിതം മൊത്തം രാവിലെ 4 മണിക്ക് അടുക്കളയിലെടുത്ത് കരിയും പുകയും കൊണ്ട് കുട്ടികളെ വളർത്തി എത്തുമ്പോൾ വ്യായാമത്തിനൊന്നും സമയമില്ലാതെ ഓടി രാവിലെ സ്കൂളിലെത്തിക്കുമ്പോൾ ചില അമ്മമാരുടെയൊക്കെ ഹാർട്ടിങ്ങും വായിൽ വരും പോലെയാണ്. അത്രയ്ക്കും അങ്ങ് വെപ്രാളപ്പെട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് ഇവർക്കൊരു ഡയാലിസിസോ ഒരു കൊളോസ്റ്റമിയോ ഒക്കെ വരുമ്പോൾ ഇട്ടേച്ച് പോകുമ്പോൾ പുരുഷന്മാരെപ്പോഴാണ് സുന്ദരനാരാകുന്നതെന്നറിയാമോ? നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു സുന്ദരനുണ്ട്, പേര് പറയാൻ പാടില്ല എന്നാ. സുന്ദരൻ സ്വന്തം ഭാര്യയെ ഇങ്ങനെ കൈകളിൽ കൊണ്ട് നടക്കുക. അപ്പോൾ വയ്യാണ്ടാവുമ്പോഴേ നിങ്ങൾ മെയിൽ പേഴ്സൺസ് തിരിച്ചു പോവാം, ആണിനായാലും പെണ്ണെ ഇട്ടേച്ച് പോകുമ്പോഴേ ഡയാലിസിസ് എന്നൊക്കെ പറയുമ്പോഴേ ഓ മൈ ഗാഡ്, ക്യാൻസർ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ രോഗിയായിരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ഒരാൾ വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇട്ടേച്ച് പോകാൻ വരുന്നത് ഈ ഫിസിക്കൽ റിലേഷനാണ്. ഒരു അസുഖം വന്ന ഒരാളുമായിട്ട് ഫിസിക്കൽ റിലേഷൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സിലൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടേഴ്സ്, നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ചില സംഗതികളിൽ ചെറിയ അസുഖങ്ങളിൽ അത് പോസിബിളാണ്. നിങ്ങൾ ഈ ഒരു അസുഖം വന്നോടോ ഇനി ഇവരെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോവല്ലേ. നിങ്ങൾക്ക് വേറെ സന്തോഷങ്ങൾ വേണമെങ്കിൽ ആയിക്കോളൂ, പക്ഷേ ഈ പാവത്തിനെ, അത് മെതർ മെയിൽ ഓർ ഫീമെയിൽ, ഇട്ടേച്ച് പോകരുതേ. അത് ഭൂമിയിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നാണ്. ചെയ്യരുതേ. അവിടെ നിങ്ങളുടെ സൗന്ദര്യം കുറയുക.